യുമായി ബന്ധപ്പെട്ട് SFIയുടെ യൂണിയൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് 900 ഗ്രാംസ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളത് ഉപയോഗിക്കുന്നതല്ല, അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്ന് അവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങനെയൊരു ലഹരി പിടിക്കപ്പെടുക എന്നുള്ളത് SFI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു വിമർശനം, കേരളത്തിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. 8 മണിക്ക് ആദ്യമായി എൻ്റെ അടുത്ത് നിന്ന് പ്രസ്താവന വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ തന്നെ SFIയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചത്. ഞാനപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് പ്രവർത്തകനാണെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് മേലങ്കി ചാർത്തി അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ട ഒരു സംവിധാനമല്ല ഇത്. എന്നാൽ ഈ 90 ഗ്രാമിനെയും 2 കിലോ കഞ്ചാവിനെയും സമീകരിക്കുന്ന, എന്നാൽ സമീകരിക്കുക പോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം എടുത്ത് കൂട്ടിയാണ്, ഈ സമയം വരെയായി ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇതിനെ തുലനം ചെയ്യാനാണ്, അല്ല എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം SFI ആണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാത്തിനും കാരണം SFI ആണ്. ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, KSU പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയ 2 കിലോ, അതിനെക്കുറിച്ച് നിങ്ങൾ KSUക്കാരോട് ചോദിച്ചാൽ മതി. എല്ലാത്തിനും കാരണം SFI ആണ്. പക്ഷേ KSUക്കാരുമായി ബന്ധപ്പെട്ട എന്താ അഭിപ്രായം പറഞ്ഞാൽ അത് നിങ്ങൾ KSUക്കാരോട് ചോദിക്കണം. ഇതേ അഭിപ്രായമാണ് KSU സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ആരുടെ കയ്യിലോ പിടിക്കട്ടെ, പിടിക്കപ്പെട്ടത് ആരുടെ കയ്യിൽ നിന്നല്ല, പിടിക്കപ്പെട്ടത് KSUവിൻ്റെ നേതാവായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 2 കിലോ, SFIയുടെ പ്രവർത്തകൻ ആയിട്ടുള്ള ആളുടെ റൂമിൽ നിന്ന് 90 ഗ്രാം. ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ഇതിന് കാണണമല്ലോ. അപ്പോൾ ആ നിലയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്, ഈ ആപത്കരമായിട്ടുള്ള അവസ്ഥയിലും കേരളത്തിലെ ലഹരി മാഫിയ സംഘത്തെ നേരിടേണ്ട, അതിനെ മറികടക്കാൻ ആവശ്യകരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തേണ്ട സന്ദർഭത്തിലും രാഷ്ട്രീയപരമായി SFIക്കെതിരെ ഒരു ആയുധം കിട്ടുന്നല്ലോ എന്ന് മനസ്സിലാക്കി അതിനെ ഒരു കുതന്ത്രപരമായി ഉപയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ഒക്കെ ഈ നിലവാര താഴ്ചയെ ഞങ്ങൾ വീണ്ടും എടുത്ത് വിമർശിക്കുക. ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഏതറ്റം വരെയും പോകാൻ SFI തയ്യാറാണ്. SFIയിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു